സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രേത അനുഭവ സംഭവ കഥയാണ് പറയുന്നത്. ഞങ്ങൾ പോയി പരിഹരിച്ച ഒരു സംഭവം. അപ്പം ഞാൻ ഇന്നത് വിശദമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. കാര്യം ഒരു കമൻറ്റ് വന്നിരുന്നു എൻ്റെ ചാനലിൽ. അതായത് ഒരുപാട് സംഭവങ്ങൾ, പ്രേതാനുഭവങ്ങളുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ ഇത്രയും ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വന്നിട്ടുള്ള ഈ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ കിട്ടിയിട്ടുള്ള അവസരങ്ങൾ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ് പ്രേതാനുഭവം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പ്രേതം പിടിച്ചു പോയാൽ അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായ ഒരു സമയമാണ്, ഒരു കാലഘട്ടമാണത്. അതിനൊരു സംശയമില്ല. അപ്പം അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അത് തന്നെയാണ് അനുഭവങ്ങളും. പക്ഷെ അതിനെ ഒഴിവാക്കാൻ കിട്ടുന്ന ഒരു അവസരം, അങ്ങനെ ദുരന്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആശ്വാസം പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഞാൻ പോയി ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക കേസുകളും എനിക്ക് വിജയിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ കേസെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ലാഘവത്തോടു കൂടി ചെയ്തു തീർക്കാൻ പറ്റുന്നതല്ല. ഇത്രയും വർഷങ്ങളായിട്ട് ഞാനിതിൻ്റെ പിന്നിലുണ്ട്. ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിന് കേസുകൾ ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇന്നൊരു പുതിയ കേസ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഭയപ്പാടോടുകൂടി മാത്രമേ നമുക്ക് ഇതിനെ നേരിടുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്നും എൻ്റെ അടുത്ത് ഒരു ദിവസം ഒരു 10 പേര് എന്നെ കാണാൻ വന്നാൽ അതിൽ ഭൂരിഭാഗം ആൾക്കാരും പ്രേതങ്ങൾ പിടിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ശല്യത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. എന്നെ കോൾ ചെയ്യുന്നവരും എത്ര കോൾ വന്നാലും അതിലും ബഹുഭൂരിപക്ഷവും ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വരുന്നവരാണ് ഏറ്റവും അധികം. ഇപ്പം പോലും എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം കുറഞ്ഞതൊരു 4-5 പ്രേത പിടിച്ച ആൾക്കാർ എന്നെ വിളിക്കുകയോ സഹായം ചോദിച്ചുകൊണ്ട് വിളിക്കാത്തവരായിട്ട് ഇന്നും ഇല്ല. അതിൽ ഒട്ടുമിക്ക ഞാൻ പോയി പരിഹരിക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ആയിരക്കണക്കിന് കേസുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വരുന്ന ഒരു വിഷയം, ഇപ്പോൾ നടക്കുന്നതൊന്നും നമുക്ക് ഉടൻ അവതരിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഈ അവതരിപ്പിച്ചതും ഇനി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം വളരെ പഴയതാണ്. എൻ്റെ നല്ല ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ പോയി ഒക്കെ പരിഹരിച്ചിട്ടുള്ള കേസുകളാണ്. അപ്പോൾ ഇത് മറന്നിരിക്കും ചിലതൊക്കെ. സമാനമായിട്ടുള്ള കേസുകൾ ഇപ്പോൾ വരുമ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കും, പണ്ട് നമുക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. പിന്നെ അത് ഓർമ്മിച്ച് കിട്ടും നമുക്ക്. കാര്യം എന്ന് വെച്ചാൽ ഓരോ കേസും നമ്മൾ പരിഹരിക്കാൻ പോകുന്നത് അത്രയും ഹോംവർക്ക് ചെയ്തിട്ടാണ്. അത്രയും നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഓരോ കേസിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഓർമ്മ നിൽക്കും. ആയിരക്കണക്കിന് അല്ല, 10,000-കണക്കിന് കേസുകൾ പരിഹരിക്കാനുള്ള ഒരു മഹാഭാഗ്യവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൈസയും പേരും പെരുമയൊക്കെ കിട്ടും. ഞാൻ എൻ്റെ ഒരു 8-10 വീഡിയോയ്ക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഞാനും കൂടെ വരട്ടെ. എല്ലാവർക്കും ഒരു ഉത്സാഹമാണ് ഈ പ്രേതം പിടിക്കാൻ പോകുന്നതും പ്രേതാനുഭവങ്ങൾ നേരിട്ട് കാണുന്നതൊക്കെ വലിയ ഉത്സാഹത്തോട് വരുന്നുണ്ട്. പക്ഷേ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, 1000 അല്ല 10,000-കണക്കിന് പ്രേതങ്ങൾ പിടിക്കാൻ പോയിട്ടുണ്ട്. ഇന്ത്യ മൊത്തം യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ത്യ 3 സ്റ്റേറ്റിലേ പോകാനുള്ളൂ. പക്ഷേ ഇതിനോടൊപ്പം നമുക്ക് പണവും പേരും പെരുമയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, നമുക്ക് മാത്രമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ, നമ്മൾ കൂടെ നിൽക്കുന്നവർക്കൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾക്ക് അനുഭവിക്കേണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ ശരിക്കും പറഞ്ഞാൽ ഹൃദയം പൊട്ടിപ്പോകുന്നതാണ്, ഹൃദയം നുറങ്ങുന്നതാണ്. ആ വിധത്തിലുള്ള അനുഭവങ്ങളെ നമുക്ക് ഉണ്ടാകാറുള്ളൂ. എവിടെ നിന്നും ആരിൽ നിന്നും. അത് ഇതിൻ്റെ ശാപമാണ്. ഈ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ശാപം. അപ്പോൾ ഇങ്ങനെയുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ശാപങ്ങളൊക്കെ ഒരുപാട് ഏൽക്കാറുണ്ട്. ആ ശാപമൊന്നും നമുക്ക് സ്വയം മാറ്റാനൊന്നും സാധിക്കില്ല കേട്ടോ. അപ്പം ഞാനിത് ഇത്രയും പറഞ്ഞത്, പ്രേതാനുഭവങ്ങളെന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. അത് അനുഭവിക്കുന്നവരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടമെന്ന് പറയുന്നത്. പേടിച്ച് ഞെട്ടി വിറച്ച് പോകുന്ന അനുഭവങ്ങൾ. അപ്പം ഞാൻ ചെയ്തതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഞാനിത് അവതരിപ്പിക്കുമ്പോൾ ഒരു കേൾക്കുന്നവർക്ക് അത്രയ്ക്കൊന്ന് പേടിച്ച് വിറയ്ക്കാതിരിക്കാൻ, എന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയല്ലോ എന്നുള്ളത് കൊണ്ട് കുറേ സെൻസർ ചെയ്തിട്ടാണ് ഞാനത് പറയുന്നത്. അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പോലും ഞാനത് 2-3 പ്രാവശ്യം കേട്ട് നോക്കും. ആർക്കും ഭയം ഉണ്ടാകരുത്, പക്ഷെ കാര്യം മനസ്സിലാകണം. അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് എഡിറ്റിങ്ങും ഒക്കെ ഞാൻ കൂടെ ഇരുന്നൊക്കെ തന്നെയാണ് എല്ലാം ചെയ്ത് പൂർത്തീകരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡെന്ന് പറഞ്ഞാൽ ഒരു പ്രേതാനുഭവത്തിൻ്റെ പൂർണ്ണതയോടുകൂടി ഞാൻ പറയുന്നില്ല, എങ്കിലും അതിൻ്റെ കുറേ കാര്യങ്ങൾ
കുറച്ച് പേടിക്കാനും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അത്ഭുതപ്പെടാനും അല്ലെങ്കിൽ അവിശ്വാസം തോന്നുന്ന വിധത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ? പ്രേതാനുഭവങ്ങൾ അങ്ങനെയാണ്, ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല, അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളൊക്കെ ഒരു സംഭവം ഒരുപാടുണ്ടായിട്ടുണ്ട്. അതിൽ ഒന്ന് ഞാൻ പറയാം, പക്ഷെ അത് ഒരുപാട് നീളമുണ്ട്. അത് 2 എപ്പിസോഡായിട്ട് ഞാനിത് അവതരിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഒരു കുറച്ച് നല്ല സാമ്പത്തികമുള്ളവർ തന്നെയാണ്. ഒരു വീട് വെച്ചു, പുതിയ സ്ഥലം വാങ്ങിച്ചു, ഒരു വീടൊക്കെ വെച്ചു, അവിടെ താമസമാക്കി, പാല് കാച്ചൊക്കെ കഴിഞ്ഞു, അവരങ്ങ് സന്തോഷമായിട്ട് കഴിയുകയാണ്. കുറച്ച് നാൾ 2-3 മാസമൊക്കെ ആയി താമസമാക്കിയിട്ട്. വളരെ പോസിറ്റീവാണ് ആ വീടിനുള്ളിൽ അവർക്ക് അനുഭവപ്പെട്ടു വന്നത്. അങ്ങനെ ഇരിക്കവേ അതിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടി പഠിക്കുകയാണ്. ഒരു ദിവസം ഈ പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരി വീട്ടിൽ വന്നു. അല്ല, ഒരാളല്ല, 2-3 പേരുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് എന്തോ ആവശ്യമൊക്കെ ആയിട്ട് അവർ വന്നിട്ട് അവർ അന്ന് പോയില്ല. അവരവിടെ തന്നെ തങ്ങി, രാത്രി ആ വീട്ടിൽ തന്നെ അവർ തങ്ങി. അങ്ങനെ അതിൽ ഒരു പെൺകുട്ടി നേരം വെളുത്ത് ഉറക്കം എണീറ്റതിന് ശേഷം, 2 നില വീടാണ്, അതിൻ്റെ മുകളിലത്തെ നിലയാണ് കിടന്നത്. ഉറക്കം എണീറ്റ് വന്നതിന് ശേഷം ആ പെൺകുട്ടി ഒരു സംശയത്തോടു കൂടി പറയുന്നു, ഇന്നലെ ഞാൻ അവിടെ കിടന്നപ്പോൾ, ഇപ്പം എല്ലാവരും ഈ 3 പേരും, അതായത് 3-4 പേരുണ്ടായിരുന്നു, ഈ വീട്ടിലെ പെൺകുട്ടി ഉൾപ്പെടെ എല്ലാവരും ഒന്നിച്ചാണ് കിടന്നത്, അടുത്തടുത്ത കട്ടിലുകളിൽ. ഈ പെൺകുട്ടി പറഞ്ഞത്, എൻ്റെ അടുത്ത് രാത്രിയായപ്പം ആരോ വന്ന് കിടന്നു. വീട്ടുകാരതൊരു തമാശയായിട്ട് കണക്കാക്കി, നിനക്ക് തോന്നിയതായിരിക്കും. അപ്പം പെൺകുട്ടി പറഞ്ഞില്ല, തോന്നിയതൊന്നുമല്ല, ആരോ എൻ്റെ അടുത്ത് കിടന്നു. ഞാൻ വിചാരിച്ചു നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് കിടന്നതായിരിക്കും. അപ്പോൾ ഈ പെൺകുട്ടി ഒറ്റയ്ക്കൊരു ഭാഗത്തു നിന്നാണ് കിടന്നത് എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് നോക്കുമ്പോൾ ആളിനെ കാണാനില്ല. തിരിഞ്ഞ് കിടന്നിട്ട് ഒന്നുകൂടി ഈ ഭാഗത്തേക്ക് തിരിയുമ്പോൾ ആളിനെ കാണാനില്ല. അങ്ങനെ 2-3 പ്രാവശ്യമായപ്പം ഈ പെൺകുട്ടിക്ക് സംശയം തോന്നിയിട്ട് എണീറ്റ് എല്ലാവരും നോക്കിയപ്പോൾ എല്ലാവരും അവരവരുടെ കട്ടിലുകളിൽ കിടന്നുറങ്ങുന്നു. സുഖമായിട്ട് അവരെല്ലാം ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് പേടി തോന്നി, വീണ്ടും കിടന്ന് ഉറങ്ങിയപ്പോൾ അടുത്താരോ ഇതുപോലെ കിടക്കുന്നതായിട്ട്, വീണ്ടും വന്ന് കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ഒന്ന് ആളില്ലാത്തത് കൊണ്ട് ഈ പെൺകുട്ടി ആരെയും വിളിക്കാൻ തയ്യാറായില്ല. അപ്പം അടുത്താരോ ഉണ്ട് എന്നുള്ള കാര്യം സ്പഷ്ടമായിട്ട് ഈ പെൺകുട്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ തലവഴിയെ വലിച്ചു മൂടി നേരം വെളുത്തതിന് ശേഷം ഈ പെൺകുട്ടി വീട്ടുകാരോട് എങ്ങനെ പറയാനൊരു മടി അവൾക്ക്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഇരുന്നിട്ട് അവസാനം രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ വീട്ടുകാരെല്ലാം വളരെ അങ്ങ് തമാശയായിട്ട് കണക്കാക്കി കളഞ്ഞു. അങ്ങനെയൊന്നുമില്ല, ഞങ്ങളിപ്പോൾ വന്നിട്ട് 2-3 മാസം ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉള്ളതല്ല. പറഞ്ഞു വന്നപ്പോൾ മനസ്സിലായി, എന്തോ പ്രേതം ആണ് ഈ പെൺകുട്ടി ഉദ്ദേശിക്കുന്നത്. അടുത്ത് വന്ന് കിടന്നത് ഒരു പ്രേതമാണ്, ഒരു ആത്മാവാണ് എന്നുള്ള കാര്യമാണ് ഈ പെൺകുട്ടി പറഞ്ഞു വരുന്നത്. പക്ഷെ അവർക്ക് അങ്ങനത്തെ യാതൊരു അനുഭവങ്ങളും ഇല്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞു, ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഇത്രയും ദിവസം കൊണ്ട് ഇവിടെ താമസിക്കാൻ 2-3 മാസം ഇന്ന് വരെ ഒരു പ്രശ്നങ്ങളില്ല, ഇവിടെ ഇല്ല, നിന്റെ തോന്നലായിരിക്കും. കളിയാക്കി അവർ പറഞ്ഞു, ചിലപ്പോൾ നിന്റെ കൂടെ കൂടി വന്ന പ്രേതമായിരിക്കും, രാത്രി നീ ഇവിടെ കിടന്നുറങ്ങി, അന്ന് വരുമ്പോൾ നിന്റെ കൂടെ വന്നോളും എന്ന് പറഞ്ഞ് അവരതിനെ ഒരു വലിയ സീരിയസ് ആക്കില്ല, അങ്ങ് കളഞ്ഞു. അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞു, പെൺകുട്ടി യാത്രയൊക്കെ പറഞ്ഞ് അവരെല്ലാവരും അവരുടെ വീടുകളിലൊക്കെ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കുട്ടികൾ ഇവിടെ വന്നു. എന്തോ പഠന ആവശ്യമായിട്ടാണ് അവരിവിടെ ഇരുന്ന് പഠിക്കുന്നു. പരിസരം കുറച്ച് ദൂരമേ ഉള്ള വീട്ടിലുള്ള അടുത്തൊക്കെ ഉള്ള കുട്ടികളാണ്. അങ്ങനെ വീണ്ടും അവരവിടെ വന്നു. രാത്രി പഠിച്ചിട്ടൊക്കെ കിടന്ന് ഉറങ്ങാൻ സമയം. അപ്പോഴത്തേക്ക് വീട്ടുകാർ, അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു, ഇന്നും നീ നിൻ്റെ പ്രായത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടോ, സൂക്ഷിക്കണം എന്നൊക്കെ കളിയാക്കിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി അതങ്ങ് ചിരിച്ച് കളഞ്ഞു. കാര്യം വെച്ചാൽ ഇവിടെ ഉണ്ടായ സംഭവം പിന്നെ അവളുടെ വീട്ടിൽ പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ അത് തോന്നലാണ് എന്നുള്ള വിധത്തിൽ കളഞ്ഞു. രാത്രി കിടന്നുറങ്ങി, ഒരു ശല്യവും ഇല്ല. അടുത്ത ദിവസം രാവിലെ ഇവരെണീറ്റു. അങ്ങനെ രാവിലെ എണീറ്റു. വീട്ടുകാർ ചോദിച്ചു, അന്നത്തെ കണക്ക് എന്തെങ്കിലും പറയാതാലും ഒന്നുമില്ല. അപ്പോൾ തോന്നലാണെന്ന് മനസ്സിലാക്കിയിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇവരെല്ലാവരും കൂടി ഹാളിലിരിക്കുകയാണ്.
ഹാളിൽ ഇരുന്നാൽ അടുക്കള വാതിൽ കാണാം. അപ്പോൾ അടുക്കളയിൽ എന്തോ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ അടുപ്പിൽ വെച്ചതിന് ശേഷം അവിടുത്തെ അമ്മ കൂടി വന്ന് ഇവരുടെ കൂട്ടത്തിലിരുന്ന് എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൃഹനാഥയും കുട്ടികളും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി വന്ന വിരുന്ന് കുട്ടികളും എല്ലാവരും കൂടി ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പെൺകുട്ടി ഇരിക്കുന്നത് നേരെ അടുക്കള വാതിലിലേക്ക് നോക്കി. ഇവിടെ ഇരുന്നാൽ പെൺകുട്ടി ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ അടുക്കള വാതിൽ കാണാം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പെൺകുട്ടി നോക്കുമ്പോൾ ആരോ ഒരു ആള്, അതാണോ പെണ്ണാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല, ഒരു രൂപം വളരെ പെട്ടെന്ന് അടുക്കള വാതിൽ കൂടി അകത്തേക്ക് കയറി അടുക്കളയ്ക്കുള്ളിലേക്ക് അങ്ങ് പോയി. ഈ പെൺകുട്ടി പെട്ടെന്ന് ചാടി എണീറ്റ് അവരുടെ തുറന്ന് ഇപ്പം ആരോ അടുക്കളയിൽ കയറിപ്പോയി, ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു. അപ്പം ഈ ഇരുന്നവർക്ക് മനസ്സിലായി ഇത് സത്യമാണ്. കാര്യം വെച്ചാൽ ഈ പെൺകുട്ടി അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അല്ല, ഇവിടെ ഇരുന്നാൽ ആ അടുക്കള വാതിൽ കൃത്യമായിട്ട് കാണാം. അപ്പോൾ ആര് കയറി വന്നാൽ, ഒരു പൂച്ച കയറി വന്നാൽ പോലും കാണാം. ആ വിധത്തിലാണ് ഈ പെൺകുട്ടി അങ്ങോട്ട് നോക്കിയിരുന്നത്. അതുമല്ല, പെട്ടെന്ന് ഈ പെൺകുട്ടിയുടെ മുഖം മാറി ചാടി എണീറ്റു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്തോ കണ്ടിട്ടാണെന്നുള്ളത്. എന്തോ കണ്ടു യഥാർത്ഥത്തിൽ. ചോദിച്ചു പറഞ്ഞു ആരും ഒരാൾ അകത്തോട്ട് കയറുന്നത്. ഇവരെല്ലാവരും ഓടി അടുക്കളയിൽ പോയി നോക്കുന്നു, ആരുമില്ല. അപ്പോൾ അവർ ചോദിച്ചു കയറിയിട്ട് തിരിച്ചിറങ്ങി പോകുന്നത് കണ്ടോ? ഇല്ല, കയറിപ്പോയതേ കണ്ടോളൂ, തിരിച്ചിറങ്ങുന്നത് കണ്ടില്ല. അവർ ആ വീട്ടിലെ ഗൃഹനാഥനും മൂത്ത മകനും കൂടിയൊക്കെ അടുക്കള വാതിലും അടച്ചു. ഫ്രണ്ട് വാതിലും അടച്ചതിന് ശേഷം, അതായത് പുറത്ത് പോകരുത്, ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകരുതെന്നുകൊണ്ട് 2 വാതിലൊക്കെ അടച്ചതിന് ശേഷം അവരെ വീടിനുള്ളിൽ മൊത്തം പരിശോധിച്ചു. ഒരാളെ പോലും കാണാനില്ല. കാര്യം അടുക്കളയിൽ കയറി പിന്നെ ഹാളിലേക്ക് വന്നാലേ ബാക്കി മുറികളിലേക്ക് പോകാൻ പറ്റുമോ. പക്ഷേ ഹാളിലേക്ക് വന്നില്ല, ഇവരെല്ലാവരും അവിടെ ഇരിക്കുകയാണല്ലോ. എന്നിട്ട് അവരെല്ലാം പരിശോധിച്ചു, അങ്ങനെ ഒന്നും അവിടെ കാണാനില്ല. അപ്പോഴും ആ വീട്ടുകാരെല്ലാം കൂടി ഈ പെൺകുട്ടിയെ ഇങ്ങനെ കളിയാക്കി. നിന്റെ തോന്നലാണ്, നിനക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ, മറ്റു പലതും ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ അവരിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പെൺകുട്ടി കളിയാക്കി. അപ്പോൾ പെൺകുട്ടി സീരിയസ് ആയിട്ട് മറുപടി പറഞ്ഞു, എനിക്ക് ഇന്നും വരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. പ്രേതങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല. ഞാൻ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട്, ഈശ്വരാധീനം ഉള്ളതാണ്. ആ പെൺകുട്ടിയുടെ വീട്ടുകാരെന്തോ ഈ പൂജാകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നവരാണ്, അതുകൊണ്ട് ഒന്നും അങ്ങനെ വരാൻ സാധ്യതയില്ല. പക്ഷേ അവൾ പറഞ്ഞത് ഇത് എൻ്റെയും ആദ്യ അനുഭവമാണ്, എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇപ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ആ പ്രശ്നം അവിടെ അവർ നിർത്തിയെങ്കിൽ പോലും എല്ലാവരുടെ മനസ്സിലും എന്തൊക്കെയോ ഒരു സംശയങ്ങൾ. ഈ പെൺകുട്ടിക്ക് വെറുതെ തോന്നിയതാണോ അതോ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു തോന്നൽ എല്ലാവരുടെ മനസ്സിലും ആ നിമിഷം മുതൽ ഉണ്ടായി. അന്നും രാത്രി ആ പെൺകുട്ടികൾ ആ വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞത്. രണ്ടാമത്തെ ദിവസമാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്നൊരു സംഭവം ഉണ്ടായത്. അപ്പം മുകളിലത്തെ നിലയിലാണ് പെൺകുട്ടികളൊക്കെ ഇരുന്ന് പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഗൃഹനാഥയും ഈ സഹോദരനും കൂടി നേരെ മുകളിലേക്ക് കയറി ചെന്നു. അത് താഴമൊക്കെ കഴിഞ്ഞു, കുറച്ച് പഠിച്ചിട്ട് കുട്ടികൾ കിടക്കേണ്ട സമയപ്പോഴത്തേക്ക് സന്തോഷമാണ് ഇവർക്ക്. നേരെ മുകളിലേക്ക് കയറി വിശേഷങ്ങളെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പം ഈ വന്ന കുട്ടികളും ആ വീട്ടിലെ ഈ കൂട്ടുകാരുൾപ്പെടെ 4 പേര്, ഈ 4 പേരും ഇവരുടെ ഒരു വലിയ മുറിയിലാണ്, ഹാള് പോലത്തെ ആണ് ഇരുന്ന് ഇവർ പഠിക്കുന്നത്. മുകളിലത്തെ നിലയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മുകളിലത്തെ നിലയിൽ സൈഡിലുള്ള ഒരു മുറിയിൽ നിന്നും ഇതേ കണക്കൊരു രൂപം താഴേക്ക് ഇറങ്ങി പോകുന്നത് ഈ പെൺകുട്ടി കണ്ടു. ഈ പെൺകുട്ടി പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കണ്ടതാ ഇപ്പോൾ ഒരാൾ താഴേക്ക് പോയി, ഒരു രൂപം താഴേക്ക് പോയി എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. ഇവരെല്ലാവരും പെട്ടെന്ന് ചാടി എണീറ്റു. ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ മുറിയിൽ പെട്ടെന്ന് എല്ലാവരും കൂടെ പോയി നോക്കി, അവിടെ ഒന്നുമില്ല. ഇവർ നേരെ എനിക്ക് താഴെ പോയി നോക്കാം, താഴെ പോയി നോക്കാം എന്ന് പറഞ്ഞവർ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും താഴെ എന്തോ വലിയൊരു സാധനം വീണ് ഉടയണ ഒരു ശബ്ദം കേട്ടു. ശരിക്കും ഒരു നിമിഷം എല്ലാവരും ഒന്ന് നിന്നു. താഴോട്ടിറങ്ങാൻ എല്ലാവർക്കും ഭയമായി, പേടിച്ചുപോയി. എങ്കിലും അവർ നേരെ താഴേക്ക് ഇറങ്ങി. എല്ലാവരും കൂടെ ഒന്നിച്ച് താഴെ ഇറങ്ങി നോക്കുമ്പോൾ ഇവർ കാണുന്നത് ഒരു വലിയൊരു ഫ്ലവർ വേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് പൂവൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഒരാൾ വിചാരിച്ചാലൊന്നും എടുക്കാൻ പറ്റില്ല, ആ വിധത്തിലുള്ളൊരു വലുത് ഈ സിറാമിക്കിലുള്ളൊരു സാധനമായിരുന്നു. അത് തറയിൽ വീണ് പൊട്ടിച്ചെതറി കിടക്കുകയാണ്. എല്ലാവരും ഒന്ന് നന്നായി തന്നെ പേടിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? പൂച്ച വല്ലതും കാണുമ്പോൾ അവരുടെ വീട്ടിൽ പൂച്ചയില്ല, 2 പട്ടി മാത്രമേ ഉള്ളൂ, പൂച്ചയൊന്നുമില്ല. അതോടുകൂടി ഇവർക്കെല്ലാവരും ഒരു ഭയപ്പാടായി. രാത്രി ഇവർ കിടന്ന് ഉറങ്ങിയെങ്കിൽ പോലും ആർക്കും ഉറക്കം വന്നില്ല. പക്ഷെ ഇതിന് ശേഷം ആർക്കും ഒരു പേടിപ്പിക്കുന്ന അനുഭവമൊന്നും അന്നത്തെ ദിവസം ഉണ്ടായില്ല. കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഈ കുട്ടികൾ
അവരവരുടെ വീടുകളിലേക്ക് പോയി. ആഹാരം പോലും കഴിക്കാതെ പോയെന്നാണ് ഈ വീട്ടുകാർ പറഞ്ഞത്. പിന്നീട് ഇതെല്ലാം എന്നോട് അവർ പറഞ്ഞ സംഭവങ്ങളാണ്. അങ്ങനെ ഈ പെൺകുട്ടികൾ പോയി. പിന്നീട് അവർ ആ വീട്ടിലേക്ക് പഠിത്തത്തിനായിട്ട് വന്നിട്ടില്ല. പക്ഷെ അതിനുശേഷം ആ വീട്ടിലുള്ള ആൾക്കാർക്ക് ഒരുപാട് പേടിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു പിന്നീട് ആ വീട്ടിലുണ്ടായത്. പിന്നെ ആ വീട്ടിലുള്ള എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അതായത് രാത്രി കിടന്നുറങ്ങും, സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഉറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ആരോ കാലിൽ പിടിച്ച് വലിച്ച് തറയിലേക്ക് ഇടുന്നതായിട്ട് ഞെട്ടി എണീക്കും. നിലവിളിച്ചുകൊണ്ടാണ് എണീക്കുന്നത്. നോക്കുമ്പോൾ ആരുമില്ല. അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും അലറിക്കൊണ്ടാണ് ഇവർ ഉറക്കമൊഴിക്കുന്നത്. ആരോ വന്ന് നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് ആരെയും നമ്മുടെ കാലിലേക്ക് അടിച്ച് പിടിച്ച് വലിച്ച് തറയിലേക്ക് ഇടുന്ന ഒരു അവസ്ഥ, ഞെട്ടിത്തെറിച്ചു പോവും. അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക്. അതുപോലെ തന്നെ രാത്രി ഉറക്കത്തിൽ ഒരു വെപ്രാളം വരും അവർക്ക്. വെപ്രാളം എന്ന് വെച്ചാൽ ശ്വാസം കിട്ടുന്നില്ല, ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരും. ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ ഇവർ കയ്യും കാലും ഇട്ട് അടിച്ച് കണ്ണ് തുറക്കാറാകുമ്പോൾ ഇവർക്ക് തോന്നുന്നത് കഴുത്തിൽ ആരോ കുത്തിപ്പിടിച്ചിങ്ങനെ ശ്വാസം മുട്ടിക്കുന്നതായിട്ട് തോന്നും. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആരുമില്ല. അപ്പോഴത്തേക്ക് ഇവർ വേർത്ത് വല്ലാത്തൊരവസ്ഥയിലാകും. ഇദ്ദേഹത്തിന് ഈ ഗൃഹനാഥൻ ഇതുണ്ടായപ്പോൾ ഇയാളെ നോക്കുമ്പോൾ ഭാര്യ എണീറ്റ് ദൂരെ മാറി നിന്നിട്ട് നിലവിളിക്കുകയാണ്. അവർ പേടിച്ചുപോയി. അപ്പോൾ സംഭവം എന്താണ്? ഇദ്ദേഹത്തിനെ കണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥയും കണ്ട് ഇദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ കാണുമ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഞാൻ പേടിച്ചു പോയി. ഒരു നിമിഷം ഇദ്ദേഹം ശ്വാസം കിട്ടാതെയാണ് കിടന്ന് പിടയ്ക്കുന്നത് പോലും ചിന്തിക്കാതെ പേടിച്ച് ഞാൻ മാറിപ്പോയതാണ്. അത്ര ഭയാനകമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പെടച്ചിലും വെപ്രാളവും എന്നൊക്കെ പറയാം. അങ്ങനെ ഇവർക്ക് അനുഭവം ഉണ്ടായി. അതുപോലെ തന്നെ ഈ മുറിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുക്കളയിലെ പാത്രങ്ങൾ വീണുടയുക, അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ മറ്റേതെങ്കിലും മുറിയിൽ ശബ്ദം കേൾക്കുക. അതുപോലെ രാത്രി ഇരിക്കുകയാണെങ്കിൽ ജനലിന് പുറത്ത് ഒരു മുരൾച്ച എന്ന് വെച്ചാൽ ഒരു വന്യജീവി, ഒരു കാട്ടുമൃഗം ഒരു ഇരയെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു മുരൾച്ചയോടുകൂടിയാണ് അത് വായിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. ആ വിധത്തിലുള്ള ഒരു കാട്ടുമൃഗം, കടുവയോ പുലിയോ അങ്ങനെ എന്തോ മുരള് നടക്കൊരു മുരൾച്ച കേൾക്കാം. പേടിച്ചിട്ട് ഇവരാർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും മോശമായിട്ടുള്ള ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ അവർക്കുണ്ടാകുന്നുണ്ട് ആ വീട്ടിൽ. അപ്പോൾ ഇവർക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം അവരുടെ ബന്ധുക്കളെല്ലാവരും അറിഞ്ഞു. അപ്പോൾ ബന്ധുക്കളിലുള്ള കുറേ ചെറുപ്പക്കാർ എല്ലാവരും കൊണ്ട് ചേർന്നിട്ട് വന്ന് പറഞ്ഞു, ഞങ്ങൾ നോക്കാം, എന്താണ്, ഞങ്ങൾ രാത്രി ഇവിടെ തങ്ങാം, എന്താണ് ഈ ഉണ്ടാകുന്ന അനുഭവങ്ങളെന്നൊന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാം അന്നത്തെ, ഇപ്പോഴല്ല വർഷങ്ങളായി, അന്നത്തെ ചെറുപ്പക്കാരാണ്, കോളേജിൽ പഠിക്കുന്നവരൊക്കെയാണ്. അവരൊരു 7-8 പേരുണ്ടായിരുന്നു. എല്ലാവരും കൂടെ വന്ന് കഴിഞ്ഞപ്പം മുകളിലത്തെ മുറി മൊത്തം അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തു. ഇവർ 4 പേരും താഴെ. അപ്പം മുകളിൽ ഇവരിങ്ങനെ രാത്രി ഇരുന്നു. അപ്പം ഈ പ്രേതത്തിനെ പിടിക്കാൻ വന്നവരാണ്. അവർ ധൈര്യശാലികളാണ്, നായകന്മാരാണ്. ആ ഒരു പരിവേഷം ബാക്കി ബന്ധുക്കളെല്ലാം ഇവർക്ക് കൊടുത്തപ്പോൾ അവരും കുറേ ഹൈപ്പിലേക്ക് പോയി. എന്തോ വലിയ സംഭവമാണ് അവരെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അവർ മുകളിൽ പോയി പാട്ട്, കൂത്ത്, ബഹളം, അട്ടഹാസം, ചിരിയൊക്കെ ആയിട്ട്. അപ്പോൾ വീട്ടുകാരൊന്നും മിണ്ടിയില്ല. കാര്യം എന്ന് വെച്ചാൽ രക്ഷകരാണ് ഈ മുകളിൽ കിടന്ന് അട്ടഹാസം കാണിക്കുന്നത്. അവർ പോയാലും എല്ലാം തകരും. അപ്പോൾ അവർ ഇന്നത്തോടുകൂടി ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കും എന്നൊക്കെ ധാരണയോടുകൂടി എന്തോ ആകട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇവരെല്ലാവരും കൂടി, അപ്പോൾ എല്ലാവരും ഹാളിലിരുന്ന് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള കളികളും കാര്യങ്ങളും സിനിമാ കഥ പറച്ചിലും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പം ഇതിലുള്ള ഒരു ചെറുപ്പക്കാരൻ ബാത്റൂമിൽ പോകണം. അയാൾ നേരെ ബാത്റൂമിലേക്ക് ചെന്നു. ബാത്റൂമിൽ ചെല്ലുമ്പോൾ ബാത്റൂമിനകത്ത് ആരോ ഉണ്ട്. എന്നുവെച്ചാൽ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് ഒഴിക്കുന്ന സൗണ്ട് അയാൾക്ക് കേൾക്കാം. അയാൾ നേരെ തിരിച്ചിഞ്ഞ് പോന്നു. ആരാണെന്നറിയാം. വന്നിരുന്നിട്ട് അയാൾ നോക്കുമ്പോൾ അവിടെ ഇരുന്ന് എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അപ്പം പിന്നെ ആര് ബാത്റൂമിൽ? ഞാൻ പറഞ്ഞു, ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ ആരോ ഒരാളാകത്തുണ്ട്, ഇതിപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി, അപ്പോൾ അവർക്കൊരു ആവേശമായി. കാര്യം അവർ പിടിക്കാൻ വന്ന പ്രായം ഇപ്പം ബാത്റൂമിലുണ്ട്. അവർ എല്ലാവരും നേരെ ബാത്റൂം ഒന്ന് വലിച്ചു തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ആരുമില്ല. പക്ഷേ എൻ്റെ ഫ്ലഷ് അപ്പോൾ ഓൺ ചെയ്ത കണക്ക് ആ വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും അവന്മാർ പ്രേതം പിടിക്കാൻ വന്നവന്മാർ ശരിക്കും ഭയന്നെന്ന് വെച്ചാൽ ആ വീട്ടുകാർ തന്നെ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ധൈര്യശാലികളായിട്ട് വന്ന് അട്ടഹസിച്ച് ചിരിച്ച് അലറിച്ചിരിച്ച് നിന്നവർ പിന്നെ അവർ ശബ്ദം ഉണ്ടായിട്ടേ ഇല്ല. രാത്രി അവന്മാർക്ക് അവിടെ നിന്ന് ഊരി പോകാൻ പറ്റുമെങ്കിൽ പോകുമായിരുന്നു. പക്ഷേ ഉറങ്ങാതെ
കാത്തിരുന്നു. നേരം വെളുപ്പിച്ചു എല്ലാവരും കൂടി. നേരം വെളുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവർ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് 2 പട്ടികൾ അവർക്കുണ്ടായിരുന്നു. എനിക്കൊന്നും നല്ല ഓർമ്മയില്ല പറഞ്ഞത്. അതിൽ അവർ നോക്കുമ്പോൾ ഒരു നായ മരിച്ചു കിടക്കുന്നു. എങ്ങനെ മരിച്ചതെന്നൊന്നും അവർക്കറിയില്ല. ചിലപ്പോൾ സ്വാഭാവിക മരണമായിരിക്കാം. ഈ സംഭവമായിട്ട് അങ്ങനെ ഒരു പട്ടി മരിച്ചുപോയി. ആ സമയത്തിന് ഇവർ ചിലപ്പോൾ ഇതുമായിട്ടൊന്ന് അതിനെ കൂട്ടിക്കെട്ടിയതായിരിക്കാം. അല്ലെങ്കിൽ ഈ പ്രേതത്തിൻ്റെ എന്തെങ്കിലും ഉപദ്രവം കൊണ്ട് ആ പട്ടി മരിച്ചു പോയതായിരിക്കാം. എന്താണെന്നറിയില്ല. രാവിലെ നോക്കുമ്പോഴത്തേക്ക് 2 പട്ടികളുണ്ട്. ഒരു പട്ടി മുറ്റത്ത് മരിച്ചു കിടക്കുന്നതാണ് ഇവർ കണ്ടത്. അതോടുകൂടി ഈ ചെറുപ്പക്കാരുടെ തടഞ്ഞു നിർത്തിയിരുന്ന ഉള്ള ധൈര്യം കൂടി ചോർന്നു പോയി. ആ നിമിഷം തന്നെ അവരവിടെ നിന്ന് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി. അതിനുശേഷം അവർക്ക് പിന്നെ ഇങ്ങനെ പ്രതിരോധിക്കാൻ അവർക്ക് തോന്നിയില്ല. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പം അതിന് പറ്റുന്ന ആരെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ളൊരു അന്വേഷണത്തിലാണ്. അങ്ങനെ അവരുടെ ബന്ധുക്കളുടെ അടുത്തൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കുണ്ട് അടുത്ത വാർത്ത വരുന്നു. ഈ പോയതിൽ, അതായത് തലേന്ന് വന്ന് ഇവിടെ കൂട്ടുകിടന്ന ചെറുപ്പക്കാരിൽ അവരുടെ ബന്ധുക്കളിൽ വീട്ടിൽ ചെന്നപ്പോൾ ഒരുത്തന്, അതായത് ബാത്റൂമിൽ ആദ്യം പോയി ആളുണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് വന്നവന് വീട്ടിൽ ചെന്നപ്പോൾ അവന് ഇത് തന്നെയാണ് അവസ്ഥ. അവൻ അങ്ങോട്ട് തിരിയാൻ വയ്യ, ഇങ്ങോട്ട് തിരിയാൻ വയ്യ. അവൻ കിടന്ന് അവൻ്റെ കാര്യം പിടിച്ച് വലിക്കുന്നു. ബാത്റൂമിൽ പോകുമ്പം അവന് ബാത്റൂമിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ പുറത്താരോ ഒന്ന് തട്ടി വിളിക്കുന്നതായിട്ടും ശരിക്കും അവന് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയായി. ഇതെല്ലാം കൂടി ആയപ്പോൾ ആരെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റുമോ എന്നുള്ളൊരു തീരുമാനത്തിൽ അവരെത്തുന്നു. അവർ വേറെ ഒരിടത്തും പോയില്ല. എങ്ങനെയാണെന്നറിയില്ല. ഈ കേസ് തുടക്കം തന്നെ എനിക്ക് തന്നെ പരിഹരിക്കാൻ ഒരു അവസരം കിട്ടി എന്നുള്ളതാണ്. ഒരു ദിവസം ഇവരെല്ലാവരും കൂടി എൻ്റെ അടുത്ത് വരികയാണ്. നമ്മൾ നല്ല സാമ്പത്തികമുള്ള ടീമാണ്. അവർ ഒരു കാറിലാണ് എല്ലാവരും കൂടി വന്നത്. വന്നിട്ട് അവർ അധികമൊന്നും വിശദീകരിച്ചില്ല. അപ്പോഴ് എൻ്റെ അടുത്ത് പറഞ്ഞ്, സാർ ഇങ്ങനെ ഞങ്ങൾ ഇന്ന ഭാഗത്തുനിന്ന് വരികയാണ്, ഞങ്ങളുടെ വീട്ടിൽ പ്രത്യക്ഷത്തിൽ ഉള്ള പ്രേത അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സാറൊന്ന് വരണം, വന്ന് അത് നമുക്കൊന്ന് പരിശോധിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് വേണ്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്തു തരണം. ഇന്നാണെങ്കിൽ ഇന്ന്. കാര്യം ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. പ്രത്യക്ഷത്തിൽ ഇത് വന്ന് ഞങ്ങളെല്ലാവരെയും ഉപദ്രവിക്കുന്നുണ്ട്. ബാക്കി വിശദമായിട്ട് നമുക്ക് വീട്ടിൽ പോയിരുന്നു സംസാരിക്കാം എന്ന് പറഞ്ഞ് എനിക്കും തോന്നി അത് ശരിയാണെന്നുള്ള കാര്യം. അപ്പോഴത്തേക്കാണ് ഇവർ വന്നതും. ശരി, ഇപ്പോൾ അന്ന് ഞങ്ങളൊരു ജീപ്പിലാണ് ഇതിൻ്റെ കാര്യമായിട്ട് പോയത്. അവർ വന്ന കാറ് മുൻപിൽ പോയി, ഞങ്ങൾ പുറകിലിങ്ങനെ ജീപ്പിൽ യാത്ര തുടങ്ങി. അപ്പം എന്നെ അന്വേഷിച്ച് വന്ന് അവിടെ ഒന്ന് ചോദിച്ചു. അങ്ങനെ പോലും എനിക്കൊന്ന് ഓർമ്മയുണ്ട്, 40 കിലോമീറ്ററിന് 40-50 കിലോമീറ്റർ ദൂരെ പോകണം അവരുടെ വീട്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പകുതി ദൂരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു. ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിന്നപ്പം അവർ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നുന്നു. ഞാൻ പറഞ്ഞു, സാറേ പറയണ്ട, ഇവിടെ വെച്ച് നമുക്കിതൊന്നും സംസാരിക്കണ്ട, വീട്ടിൽ പോകാം, വീട്ടിൽ പോയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഒരു നിമിത്ത ലക്ഷണമൊന്നും ശരിയല്ല. എന്തോ ഒരു ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നതെല്ലാം നടക്കണമെന്നൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമുക്കറിയാം, നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് നടക്കാനുള്ളതാണ്, ഇത് നടന്നിരിക്കും എന്നുള്ള ഒരു അപകട സൂചന എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സാറേ ഇപ്പം നമ്മൾ സംസാരിക്കണ്ട, വീട്ടിൽ പോയിട്ട് സംസാരിക്കാമെന്ന്. അതിനുശേഷം ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അപ്പം അദ്ദേഹവും പറഞ്ഞു, ശരിയാണ്, നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേസ് തന്നെയാണിത്, എന്നാലും നമുക്ക് അവിടെ പോയിട്ട് സംസാരിക്കുന്നത്. ഞങ്ങൾ ആഹാരമൊക്കെ ചായയൊക്കെ കുടിച്ചു. വീണ്ടും അവിടെ നിന്ന് വണ്ടി തിരിച്ചു. ഇവരിങ്ങനെ മുന്നിൽ പോവുകയാണ്. മുന്നിൽ പോയി അവർ കുറച്ച് നമുക്ക് കാണാൻ പറ്റും, കുറച്ച് ദൂരെ അവർ പോകും. നമ്മുടെ ജീപ്പാണ്, നമ്മുടെ ജീപ്പ് കുറച്ച് ഒരു വിധത്തിലാണ്, എങ്കിലും അവരെ കാണാൻ പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ കുറച്ച് ദൂരം നിന്ന് പോവുകയാണ്. അങ്ങനെ പോയി 2 ഭാഗത്തും വയലാണ്. അതിൻ്റെ നടുക്കൂടിയാണ് റോഡ് പോകുന്നത്. വയലെന്ന് വെച്ചാൽ വയലും പണയും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ കാണാം. ഇങ്ങനെ പോയിട്ട് ദൂരെ നിന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് റോഡ് തിരിഞ്ഞ് കറങ്ങി പോവുകയാണ്. നല്ല റോഡ്, വളരെ ലോങ് നമുക്ക് ദൂരെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയി ഞങ്ങൾ കാണുന്നത് ഈ അവരുടെ കാറ് പോയിട്ട് പെട്ടെന്ന് അതിൻ്റെ വണ്ടി ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇങ്ങനെ പാടുന്നുണ്ട്. വന്ന് അവസാനം ഒരു സൈഡ് ഒന്ന് ഇടത് ഭാഗം നേരെ ഒന്ന്, അപ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് ഈ വയല് കഴിഞ്ഞിട്ടൊരു കുന്നും പ്രദേശം, ഒരു ചെറിയ ഇങ്ങനെ മല അരിഞ്ഞെടുത്തിട്ട് ആ ഭാഗത്താണ് റോഡ് അപ്പോഴും ചെന്ന് കയറിയത്. ഇങ്ങനെ വണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാളി നേരെ ചെന്ന് ഈ
ഈ മതിലല്ല, അതൊരു കുന്ന് ഇടിച്ചതായിരുന്നു, ഒരു കയറ്റ പ്രദേശം, അത് ഇടിച്ചിട്ടാണ് റോഡ് പോയിരിക്കുന്നത്. അവിടെ പോയി വണ്ടി ഇടിച്ചപ്പോൾ അവിടെ ഒരു മര കുറ്റി എന്തോ ഒരു സംഭവമാണ് നിൽപ്പുണ്ട്. വണ്ടി ഇടിച്ചു. ഞങ്ങൾ നേരെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ, അപ്പോൾ ആൾക്കാരൊക്കെ ഓടിക്കൂടി വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഇരുന്ന ആൾക്കും ഒരു തുള്ളി രക്തം പോലും അവരുടെ ശരീരത്തിൽ നിന്ന് വന്നിട്ടില്ല. ഒരു മുറിവൊക്കെ ചതവോ ഒന്നുമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ കാറിൻ്റെ മുൻഭാഗം മൊത്തം തകർന്നു പോയി. ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി. അപ്പം ഈ ഗൃഹനാഥൻ ഇറങ്ങി എൻ്റെ മുഖത്തിങ്ങനെ നോക്കി നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കും ഒരു ധാരണയും കിട്ടുന്നില്ല. അങ്ങനെ അപ്പം എന്തായാലും അവിടുന്ന് പറ്റാത്ത ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ പറഞ്ഞു, സാറേ ഇനി നമ്മൾ പോയി നോക്കുന്നത് അത്ര ശരിയല്ല, കാരണം ഇത് വന്നൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. ഞാൻ പോയിട്ട് അടുത്ത ദിവസം നാളെ തന്നെ ഞാൻ അവിടെ എത്തിക്കൊള്ളാം, നിങ്ങൾ എന്നെ വിളിക്കാൻ വരണ്ട എന്ന് പറഞ്ഞപ്പം അദ്ദേഹം ആകെ പേടിച്ചിട്ട് പറഞ്ഞു, നാളെ സാർ വരുന്നത് വരെ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടമോ കാര്യമോ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ശരിക്കും എനിക്കും എന്ത് പറയണമെന്ന് പറഞ്ഞാൽ ശരിക്കും ഞാനും നന്നായി പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എന്തായാലും ഞാൻ തിരിച്ച് അവിടെ അന്ന് ഞാനൊരു അമ്പലമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അവിടെ എത്തിയതിന് ശേഷം ഇതിൻ്റെ ഒരു പരിഹാരം, നാളെ ഞാൻ അവിടെ എത്തുന്നത് വരെ ഒരു അപകടം ഇല്ലാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രാർത്ഥനയോ കാര്യങ്ങളോ ഞാൻ ചെയ്തോളാം, സാറ് ധൈര്യമായിട്ടിരിക്കൂ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതവരുടെ മനസ്സിനൊരു ധൈര്യം കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അതിനകത്തൊന്നും ചെയ്യാനില്ല എന്ന് എനിക്കറിയാം. കാര്യം ഏതാണെന്നതിനെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും എനിക്ക് അന്ന് അറിയില്ല. ഈ സാധനം എന്താണെന്ന് എനിക്കറിയില്ല. ഇതിനെക്കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഇത് എവിടെ നിന്ന് വന്നെന്നോ എങ്ങനെ വന്നെന്നോ എന്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ തന്നതേ ഉള്ളൂ. കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാമല്ലോ. ഞാനിങ്ങനെ പോയി ഒരു കുടുംബത്തിന് ആപത്തും വരാതെ ഒന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാമല്ലോ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് കുറച്ചുകൂടി മനോധൈര്യം വരുന്ന വിധത്തിലേക്ക് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം അവിടെ നിന്നും വേറെ വണ്ടിയൊക്കെ വിളിച്ചെന്തോ അവർ പോയി. ഞങ്ങൾ അപ്പോഴും തന്നെ തിരിച്ചു. പക്ഷെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾക്കും ഇതുപോലൊരു അപകടം ഞങ്ങൾക്കും ഉണ്ടായി. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും എന്നല്ല, ഞങ്ങളുടെ പുറകിലിരുന്ന ഒരാൾക്ക് തല വന്ന് ഇടിച്ചിട്ടിങ്ങനെ ഒരുമാതിരി ബോൾ പോലെയൊക്കെ ഉയർന്നു വന്നു. അല്ലാതെ വേറൊന്നും സംഭവിച്ചില്ല. ഞങ്ങളും അങ്ങനെ തിരിച്ച് ഇവിടെ എത്തി. ഞങ്ങളുടെ ക്ഷേത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമുണ്ട്, അവിടെ എത്തി. പിന്നെ ഞാൻ അപ്പോഴെന്നെ വിളക്ക് കത്തിച്ചകത്ത് കയറി അതിനുവേണ്ടി എല്ലാം നന്നായി തന്നെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞു വന്നപ്പോൾ സംഭവം ഇപ്പോൾ ഒരുപാട് നീണ്ടുപോയി, ഒരുപാട് സമയമായി. അടുത്ത എപ്പിസോഡിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. പ്രേത അനുഭവങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഒരു 1000-ന് പുറത്ത് എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രേതാനുഭവങ്ങൾ മാത്രം. അതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഭയപ്പെടരുത്. ഇപ്പോഴും ഞാൻ പറഞ്ഞ ഭയപ്പെടരുത്. അപ്പം ഞാൻ ഭയപ്പെടരുതെന്ന് പറയുക മാത്രമല്ല ചെയ്യേണ്ടത്, ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയാതിരിക്കുക കൂടി ചെയ്യണം. ഇപ്പോൾ നിവർത്തി കെട്ടിട്ടാണ് ഞാൻ ഇത്രയെങ്കിലും വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഇനി ഉണ്ടായ സംഭവങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ വിശദീകരിക്കാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലെ പ്രേതബാധ ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭൂമിയൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീടുകൾ ഞങ്ങളെപ്പോലുള്ളവർ നേരിട്ട് അവിടെ വന്ന് പരിശോധിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഞാൻ വന്നാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്ന് അറിയാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് നേരത്തെ ഒന്ന് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം. എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.